السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സക്കാത്ത് ആർക്ക് കൊടുക്കണം? ഫിത്ർ സക്കാത്താവട്ടെ അല്ലെങ്കിൽ സ്വത്ര സക്കാത്താവട്ടെ, അത് ആരെ കൈക്കെത്തണം? ആറായിട്ട് അതിൽ അവകാശികൾ. ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഞങ്ങൾ കൊടുക്കേണ്ടത്. സക്കാത്തുക്ക് രണ്ട് ഷർത്തായിട്ട്, ഒന്ന് നീയത്ത്, ഇതിനെൻ്റെ ഫിത്ർ സക്കാത്ത് എന്ന് നീയത്താക്കി കൊടുക്കുക. അല്ലെങ്കിൽ സ്വത്ര സക്കാത്തെങ്കിൽ ഇതിനെൻ്റെ സ്വത്ര സക്കാത്ത് എന്ന് നീയത്താക്കിയിട്ട് കൊടുക്കുക. രണ്ടാമത്തെ ഷർത്ത് അവകാശികൾക്ക് അത് എത്തണമെന്നുള്ളത്. ആറായിട്ട് സക്കാത്തിലെ അവകാശങ്ങൾ പരിശുദ്ധ ഖുർആൻ 8 വിഭാഗത്തെ അല്ലാഹു തആല ചൊല്ലുന്നു. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ എന്ന് ചൊന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 8 വിഭാഗത്തെ എണ്ണില്ല. ആ 8 വിഭാഗത്തിൽ നിന്നും 3 വിഭാഗം 4 ആയത്തിൽ ഇല്ല. അതേ സമയത്ത് ബാക്കിയുള്ള 5 വിഭാഗം നിങ്ങൾ നോക്കുക. അതിൽ നിന്ന് അല്ലാഹു തആല ചൊന്ന അള്ളാഹുടെ ദീനിക്ക് പേനായിട്ട് യുദ്ധാക്കരാൻ ചൊന്നെങ്കിൽ പണ്ട് കാലത്തൊക്കെ നടന്നിരുന്ന നബിയും സഹാബാക്കളെ കാലത്തൊക്കെ നടന്നു അങ്ങനത്തെ യുദ്ധം ഇന്ന് നടക്കില്ല, ഇല്ല. ദീനിക്ക് പേനായിട്ട് യുദ്ധാക്കരാൻ ചൊന്നത്. രണ്ടാമത്തേത് സക്കാത്തിന് മേലെ ജോലി ചെയ്താൻ ചൊന്നത്. സക്കാത്തിന് മേലെ ജോലി ചെയ്താൻ ചൊന്നെങ്കിൽ അത് രാജ്യത്തെ രാജാവ് സക്കാത്ത് എടുത്തു പറകുവാനായിട്ട് നിയമിച്ച ആളുമാർ. അത് രാജാവ് ഇന്നെങ്കിൽ ഇസ്ലാമിക ഭരണം ഇന്നെങ്കിൽ മാത്രമേ ആ ഒരു വിഭാഗം കിട്ടണം. മൂന്നാമത്തെ ഒരു വിഭാഗം അത് അടിമത്തരത്തിൽ നിന്നും മോചനാവുകയായിട്ട് അടിമപത്രത്തിന് പേനായിട്ട് കരാർ എഴുതിയ യജമാനരൊട്ടിയെ കരാറാക്കിയാണ്. ഈ 3 വിഭാഗം ഞങ്ങളുടെ റായത്തിൽ ഇല്ല. പിന്നെ ഉള്ളത് 5 വിഭാഗമായിട്ട് 8 വിഭാഗത്തിൽ നിന്ന് 3 വിഭാഗം പോയിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ളത് 5 വിഭാഗം. ഈ 5 വിഭാഗം ആളുമാർ ആരെല്ലാം? അപ്പൊ അവകാശികളായി പരിശുദ്ധ ഖുർആൻ ചൊന്നതിൽ നിന്ന് ആ റായത്ത് എത്ര ആൾമാരുണ്ടോ അങ്ങനെ കൈക്കായിട്ട് സക്കാത്ത് എത്തേണ്ടത്. അതിൽ ഒന്നാമത്തേത് ഫക്കീർ ചൊല്ല വിഭാഗം. ഫക്കീർ ചൊല്ലെങ്കിൽ അവനക്ക് നയിപ്പില്ല, സ്വത്തുമില്ല, അല്ലെങ്കിൽ ഉണ്ട് അത് എവിടേക്കും മെയ്യാവില്ല, ഓൻ ഫക്കീറാണ്. രണ്ടാമത്തേത് മിസ്കീൻ ചൊന്നെങ്കിൽ അവനക്ക് പിന്നെ നയിപ്പും ഉണ്ട് അല്ലെങ്കിൽ സ്വത്തുണ്ട്, പക്ഷെ അത് എവിടേക്കും എത്തിക്കിട്ടില്ല, മെയ്യാവില്ല, എന്നാ ഓൻ മിസ്കീനായിട്ട്. അപ്പോൾ അവനക്ക് എത്ര ശമ്പളം ഉണ്ടിട്ട് നോക്കലല്ല, ആ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അവന്റെ ജീവന പോണു, അവനുക്കും അവന്റെ പെഞ്ഞമ്മക്ക് ഖർച്ചിക്ക് തക്ക മെയ്യാവറോ ഇല്ലേ എന്നായിട്ട് നോക്കട്ടെ. അത് മെയ്യാവടവും കണ്ടെങ്കിൽ അവനക്ക് അതിൽ അവന്റെ സമനക്ക് ഇപ്പൊ 400-500 രൂപ ഖർച്ചുണ്ട്, 200 രൂപ അവൻ നയിക്കിട. എന്നാ പിന്നെ ഓൻ ഫക്കീറും അല്ല മിസ്കീനും അല്ല. 4 ഓനക്ക് 700 രൂപ ചെലവുണ്ട്, ഓനറ 600 രൂപ നയിക്കിട, ഓൻ മിസ്കീൻ ഭർത്തിയാവില്ല, തെല്ല ഔട്ടോടെ അഡ്ജസ്റ്റ്മെന്റ് അവിടെ. പിന്നൊന്ന് ഫക്കീർ ഒന്നും തീരെ സ്വത്ത് ഇല്ലാത്ത. അപ്പൊ ഈ ഫക്കീറും മിസ്കീനും ഞങ്ങളെ റായത്തിൽ കൂടുതലായും കിട്ടും. പിന്നെ ഉള്ളത് കടക്കാരൻ ചൊല്ലൊരു വിഭാഗം. സ്വന്തം ആവശ്യത്തിന് വേനായിട്ട് കടർത്തവൻ, അല്ലെങ്കിൽ റായത്തെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി കടർത്തിട്ട് കടായവൻ. സ്വന്തം ആവശ്യത്തിന് കടർത്തിട്ട് ദോഷം ചെയ്യുകയല്ല, ഓന്റെ ആവശ്യത്തിന് കടർത്തി ഇപ്പൊ കടക്കാരനായിട്ട് കടം വീടൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഓനക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം, സ്വത്ര സക്കാത്തും അവനക്ക് കൊടുക്കാം. പിന്നെ റായത്തെ ആവശ്യത്തിന് വേനായിട്ട് കടർത്തവൻ, അതായത് റായത്തൊരു പള്ളിക്കോ മദ്രസക്കോ ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേനായിട്ട് കടർത്തിട്ട് ഓൺ കടക്കാരനായിട്ട് അപ്പോൾ സക്കാത്ത് കൊടുത്തിട്ട് അവനെ സഹായിക്കാം, കടക്കാർ. പിന്നെ ഒരു വിഭാഗം പുതിയ മുസ്ലിം എന്നുള്ള വിഭാഗം. പുതിയ മുസ്ലിം വന്നെങ്കിൽ ഇസ്ലാമുക്ക് വന്നിട ഓന്റെ ഈമാൻ ഉറച്ചിട്ടില്ല, മറ്റങ്ങ് വിളിച്ചങ്ങ് പോണക്കും മെയ്യാവും. ഓനക്ക് ഫിത്ർ സക്കാത്തും ഈ സക്കാത്തും കൊടുക്കാം. പുതിയ മുസ്ലിം വന്നെങ്കിൽ അവന് ദീനക്ക് വന്നവനെങ്കിൽ മരിക്കുന്നവർത്തൊരു പുതിയ മുസ്ലിമിന്റെ ചൊല്ലി മരിച്ചാൽ പിന്നെ അവന്റെ കബൂറെ കാട്ടിയോ പുതിയ മുസ്ലിമിന്റെ കബൂറിന്റെ ചൊല്ലി. പക്ഷെ പുതിയ മുസ്ലിം ചെന്നെങ്കിൽ ദീനക്ക് വന്നിട്ട് ഓന്റെ ഈമാൻ ഉറച്ചിട്ടില്ല, ഗട്ടിയായിട്ടില്ല, എന്നാ അവനക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഓനക്ക് കൊടുത്തെങ്കിൽ വേറെ ഇസ്ലാമുക്ക് വറവ് സാധ്യതയുണ്ട്. ഓനായിട്ട് പുതിയ മുസ്ലിം എന്ന ഓതിയിൽ കൊടുക്കരുത്. അപ്പൊ ഓന് ഇസ്ലാമുക്ക് വന്നിട്ട് ഓനക്ക് നയിപ്പുണ്ട്, ഓനക്ക് സ്വത്തെല്ലാം ഉണ്ട്, സമ്പത്ത് ഉണ്ട്, ഓൻ നിസ്കാരത്തിന് ഞങ്ങളെക്കാൾ മുന്നോലുള്ള എല്ലാ വിഷയത്തിലും ദീന്റെ വിഷയത്തിന് ഞങ്ങളെക്കാൾ മുന്നോലുള്ള. എന്നാ പിന്നെ ഓനക്ക് പുതിയ മുസ്ലിം എന്ന നിലക്ക് ഓതിയില്ല. പിന്നെ അവൻ കടക്കാരനായിട, എന്നാ കടക്കാരൻ എന്ന നിലക്ക് അവന് ഓതി കൊടുക്കാം. അല്ലെങ്കിൽ അവനക്ക് സ്വത്തോ നയിപ്പോ ഇല്ല, എന്നാ ഫക്കീർ മിസ്കീൻ എന്ന നിലക്ക് അവനക്ക് ആ വിഭാഗത്തിൽപ്പെട്ടവനെങ്കിൽ അങ്ങനെ കൊടുക്കാം. പുതിയ മുസ്ലിം എന്ന വേദിയിൽ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ആവണം. അതായത് ഇസ്ലാം കടന്നു വന്നിട്ട് ഇസ്ലാം കൊണ്ട് ഇത് ഉറച്ചിട്ടില്ല,
ഇപ്പൊ മറ്റങ്ങ് വിളിച്ചെങ്കിൽ അപ്പുറം പോണുകുമ്മയാവും. അങ്ങനത്തെ ആൾമാരുണ്ട്. ആ ഒരു ഇതിൽ നിൽക്കണമെങ്കിൽ അവിടെ അവന്റെ സക്കാത്ത് കൊടുത്തു മുട്ടാക്കുകയായി നോക്കണം. ഇതായിട്ട് ബുദ്ധിമുട്ട്. ഇത് ചുരുക്കം ചില പ്രായത്തിലേ കിട്ടും. പിന്നെയുള്ളത് മുസാഫിർ ചെന്നെങ്കിൽ ഈ സക്കാത്ത് കൊടുക്കുന്ന റായത്തിൽ നിന്നും ഒരു യാത്ര പോണ്ടവൻ, അവനെ ഹജ്ജിക്ക് പോകണം, അല്ലെ ഉംറത്ത് പോകണം, അല്ല അവൻ്റെ കുടുംബക്കാർ ഡൽഹിയിലുള്ള അവിടെ പോകണ്ടേ, അവൻ്റെ കയ്യിൽ വേണ അത്ര പൈസ ഇല്ല, എന്നാ അവനക്ക് സക്കാത്തിലെ പൈസ കൊടുത്ത് സഹായിക്കാം. അല്ലെങ്കിൽ വേറെ റായത്തവനും അവനിപ്പോൾ പോണ്ടവನು യാത്ര പോണ്ടവನು ഡൽഹിക്കോ ഇങ്ങനത്തെ എവിടെയൊക്കെ ആവശ്യത്തവും പോണ്ടേ, ഞങ്ങളെ റായത്തേക്ക് എത്തില്ല, ഇതിലൊക്കെ അപ്പുറം പോണ് കൊണ്ടിട്ട് പൈസ ഇല്ല, എന്നാ സക്കാത്തിലെ പൈസ കൊടുത്ത് സഹായിക്കും. ഇതും ചുരുക്കം ചിലതേ കിട്ടും. അപ്പോൾ അള്ളാഹു തആല 5 വിഭാഗം ചൊന്നതിൽ നിന്ന് ഫക്കീർ, മിസ്കീൻ, കടക്കാർ ഇത് യാറത്തറായത്തുമുണ്ട്. പുതിയ മുസ്ലിമും അതുപോലെ മുസാഫിറും ചൊല്ലൊരു വിഭാഗം ചുരുക്കം ചിലപ്പമേ കിട്ടുകമയ്യാവണേ. അപ്പൊ ഈ അവകാശികൾ ചൊല്ലത് ഈ വിഭാഗമായിട്ട് ഇങ്ങക്ക് കൊടുക്കണമെന്നായിട്ട് പരിശുദ്ധ ഖുർആൻ ചൊന്നത്. അതുകൊണ്ട് സക്കാത്ത് ഈ ഫക്കീർ, മിസ്കീൻ, കടക്കാർ, പുതിയ മുസ്ലിം, അതുപോലെ മുസാഫിർ ഞങ്ങളെ റായത്തിൽ കിട്ടണമെങ്കിൽ ഈ 5 വിഭാഗത്തിൽപ്പെട്ട ആളുമാർക്കായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത്. ആ സക്കാത്ത് വിഹിതിക്കേണ്ട രീതി അത് ഫിത്തർ സക്കാത്ത് ആവട്ടെ അല്ലെങ്കിൽ സ്വത്ര സക്കാത്ത് ആവട്ടെ. ഫിത്തർ സക്കാത്തിനോടെ തെല്ല് വിശദമായി ലാസ്റ്റ് ചൊല്ല. വിഹിതിക്കേണ്ട രീതി അത് ആ സക്കാത്തിലെ ആ റായത്തിൽ എത്ര അവകാശികൾ ഉണ്ടിട്ട് നോക്കണം. ഉദാഹരണത്തിന് ചൊല്ല 4 റായത്ത് ഫക്കീർ ചൊല്ല വിഭാഗമുണ്ട്, മിസ്കിൻ ചൊല്ല വിഭാഗമുണ്ട്, കടക്കാർ ചൊല്ല വിഭാഗമാണ്. 3 വിഭാഗം ഉണ്ട് വെക്കാം. 4 റായത്ത് പുതിയ മുസ്ലിം ഇല്ല, 4 റായത്ത് മുസാഫിർ ഇല്ല, എന്നാൽ 3 വിഭാഗമുണ്ട്. എന്നാൽ ഈ സക്കാത്ത് സ്വത്ര 3 വിഭാഗമാക്കണം. 3 വിഭാഗം. എൻ്റെ സ്വത്ര സക്കാത്ത് 60,000 രൂപ ഉണ്ടെന്ന് വെക്കാം. 60,000 രൂപയുടെ 3 ഓതിയാക്കണം. 20,000, 20,000, 20,000 ഒരേപോലത്തെ 3 ഓതാണ്. ഇത് ആരെപ്പരുടെ പറവ് തരാം. ഒരു 20,000 ഫക്കീർ ചൊല്ല വിഭാഗത്തിൽപ്പെട്ടത്. അപ്പൊ ഞങ്ങളെ റായത്ത് എത്ര ഫക്കീറുണ്ട്? 5 ഫക്കീറുണ്ട്. 5 ഫക്കീർമാർക്ക് കൊടുക്കത്തക്കത്തിലൂടെ കാശുണ്ട്. 20,000 ഇല്ലേ, എന്നാൽ 5 ഫക്കീർമാർക്ക് അതിന് കൊടുക്കാം. മിസ്കീൻ ഒരു 4 ആൾമാരുള്ളവർ, എന്നാൽ ഒരു 20,000 4 മിസ്കീന്മാർക്കും കൊടുത്തിട്ട്. കടക്കാർ ജണ്ടാലെ ഉള്ളേ, എന്നാൽ ആ 20,000 ജണ്ടാല് കൊടുത്തിട്ട് ഒരത്തക്ക് 10,000 പിന്നൊത്ത 10,000. അങ്ങനെ 3 എന്തായിട്ട് സക്കാത്ത് ഈ റായത്തിൽ എത്ര വിഭാഗം ഉണ്ടും ഓരോ വിഭാഗത്തിൽ ഫക്കീർ ചൊല്ല വിഭാഗത്തിൽ എത്ര ആൾമാറുള്ളത്, മിസ്കിൻ ചൊല്ല വിഭാഗത്തിൽ എത്ര ആൾമാറുള്ളത്, കടക്കാർ എന്ന വിഭാഗത്തിൽ എത്ര ആൾമാറുള്ളത്, അങ്ങനെ എല്ലാവരും കണക്കെടുത്ത് എല്ലാവർക്കും കൊടുക്കത്തക്ക മെയ്യാവറും കണ്ടെങ്കിൽ എല്ലാവർക്കും അതിൽ എത്തും പോലെ ഓതിയാക്കണം. ഇനി അങ്ങനെയല്ല, അത്രയില്ല, തെല്ലില്ല, എന്നാൽ ആ സക്കാത്തിലെ അവകാശിങ്ങൾ ആ റായത്ത് എത്ര വിഭാഗമുണ്ട്? ഫക്കീറിന്, മിസ്കീനിന്, കടക്കാറിന് 3 ഓതിയാക്കാം. 3 ഓതിയാക്കിയിട്ട് അതിൽ ഒരു ഓതി ഫക്കീർ ചൊല്ല വിഭാഗത്തിൽ വിട്ട 3 ആളുകൾ കൊടുക്കുക. ഒരു ഓതി മിസ്കീനും ചൊല്ല വിഭാഗത്തിൽ വിട്ട 3 ആളുകൾ, പിന്നെ ഓതി കടക്കാരൻ ചൊല്ല വിഭാഗത്തിൽ വിട്ട 3 ആൾമാർക്ക്. അപ്പോൾ ഓരോരോ വിഭാഗത്തിൽപ്പെട്ട 3 ആൾക്കാർക്കെങ്കിലും കൊടുക്കണം. മിനിമം ഈ രീതിയെങ്കിലും കൊടുക്കണം എന്നായിട്ട്. അപ്പൊ സക്കാത്തിൻ്റെതായ പൈസ ഇടീ അവകാശികൾക്ക് എല്ലാവർക്കും ആ റായത്ത് എത്ര ആൾമാറുള്ളത്, എത്ര ഫക്കീറുണ്ട്, എത്ര മിസ്കീനുണ്ട്, എത്ര കടക്കാറുണ്ട്, അങ്ങനെ ലിസ്റ്റല്ല കണക്കുണ്ട്. എല്ലാവർക്കും എത്തുവാട്ടത്തക്ക ഉണ്ടും കണ്ടെങ്കിൽ എല്ലാവർക്കും എത്തുവാട്ടത്തക്ക ഉണ്ട് എങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. ഇനി എല്ലാവരുടെ പേര് അങ്ങനെ ഇതൊന്നും ഗൊന്തില്ല എന്നാൽ ഫക്കീറുള്ള വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഉണ്ട്, പക്ഷെ അങ്ങനെ ലിസ്റ്റ് കയ്യിലില്ല, അല്ലെങ്കിൽ അങ്ങക്ക് കൊടുക്കത്തക്കൂടെ സ്വത്ത് ഇല്ല എങ്കിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട 3 ആൾക്കെങ്കിലും കൊടുക്കണം. ഇനി ഫിത്ർ സക്കാത്ത് ആകുമ്പോൾ ഇങ്ങനെയല്ല, ചിലപ്പോ 3 ആളെ കിട്ടിക്കും. ഫിത്ർ സക്കാത്ത് മാപ്പിള പെഞ്ഞായി ഒരു കിടാവുന്നത്. എന്നാൽ ഇതിലെല്ലാം 3 ഓതിയാക്കി കൊടുക്കുമ്പോൾ പല 1, 2, 3 ആളുകോ അതെന്താക്കാം വിഹിതിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരാളെ ഫിത്ർ സക്കാത്ത് മാത്രമേ ഉള്ളൂ, അവൻ്റെ മാത്രം. അപ്പൊ ഒരു 3 കിലോ അരിയുടെ എത്രയല്ലേ പണ്ട് ആ ഫിത്ർ സക്കാത്ത് ഒരു മിസ്കിൻകോ ഒരു ഫക്കീർക്കോ കൊടുത്തേമ്മേ. ഫിത്ർ സക്കാത്തിലൂടെ ചൊമ്മ അരിണ്ട് കണ്ടെങ്കിൽ, വലിയ ഫാമിലി ഉണ്ടാകുമ്പോൾ ചൊമ്മ അരിണ്ട് കണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അവളെ എത്ര 50 കിലോ അരി ബന്ത് അല്ലെങ്കിൽ ഒരു 40 കിലോ അരി ബന്ത് എന്നാൽ ഇതിനെ വിഹിതിച്ചിട്ട് ഒരു 3 ഫക്കീർ 3 മിസ്കീൻ കൊടുക്കും പോലെ ആവും. അപ്പൊ കൊടുക്കണം. അല്ല ഒരു തെല്ലേ എന്നാൽ 1, 2 ആൾക്ക് കൊടുത്തെങ്കിൽ. അപ്പൊ സക്കാത്ത് വിഹിതിക്കേണ്ടത് 6 ആയത്തിലെ ഫക്കീർ മിസ്കീന്മാർക്കായിട്ട്. സക്കാത്ത് കൊടുക്കേണ്ടത് അവിടെ തന്നെയാവണം, ആ റായത്തെ ഉൽഗത്തിലാവണം. എടുത്തുള്ളവൻ ആ റായത്തവനായെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ആ റായത്തവനല്ല വേറെ റായത്തവൻ ഇവിടേക്ക് വന്നിരേ,
എന്നാലും കൊടുക്കാം. അപ്പൊ ഫാമിലി ഫക്കീർമാർ മിസ്കിന്മാരെല്ലാം ഇത്തുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒത്തുക്ക് സക്കാത്ത് കൊടുക്കുന്ന ടൈമിൽ വന്നറുണ്ടെങ്കിൽ അങ്ങക്ക് ഫിത്ർ സക്കാത്തോ ഈ സക്കാത്തോ കൊടുക്കാം. അപ്പൊ സക്കാത്ത് വിതരണാക്കേണ്ടത് അങ്ങ മാത കാണുമ്പോൾ എവിടെ ഇടാറോ അവിടെയായിട്ട് വിതരണാക്കേണ്ടത്. നാളെ പെരുന്നാൾ കണ്ട് മുന്നേ തന്നെ മഗ്‌രിബ് എവിടെ ഇടാറോ അവിടെയായിട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ആ ഏരിയത്തിൽ അതിലെങ്കിൽ നാനിവിടെ എന്തെങ്കിൽ നന്റെ ഫക്കീർ നന്റെ സക്കാത്ത് ഈ റായത്തുള്ള ഫക്കീർ മിസ്കിന്മാർക്ക് അവകാശപ്പെട്ടത്. അതുകൊണ്ട് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം സക്കാത്ത് അതത് ഏരിയത്തിൽ വെച്ച് കൊടുക്കണം എന്നുള്ളതായിരിക്കും. ഏത് സക്കാത്താണെങ്കിലും അത് ഏരിയത്തിൽ വെച്ച് കൊടുക്കണം. ഇനി പിന്നൊരു പക്കത്ത് കൊടുക്കണമെങ്കിൽ ആവശ്യമല്ലോ ഇന്തും കണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വലിയൊരു സക്കാത്തും കണ്ടെങ്കിൽ അതുക്കുള്ള മസാല ഞങ്ങൾക്ക് നോക്കാം. ജക്കാത്തിനെ സംബന്ധിച്ച് വിശദമായി എടുത്ത ക്ലാസ് ഞങ്ങളുടെ ചാനലുണ്ട്. അവിടെ ഞാൻ അത് വിശദീകരിച്ചത്. ബിസിനസ്സിലെ സക്കാത്ത്, വേറെ സക്കാത്തും മൊത്തം സക്കാത്ത് എങ്ങനെയായിട്ട് കൊടുക്കേണ്ടത് അതിന്റെ രീതി എങ്ങനെ വിശദമായി ആ ക്ലാസ്സിലുണ്ട്. അപ്പൊ ഈ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ച് അവിടെ ആയിട്ട് ഞാൻ ചൊല്ലത് ആ ഫിത്ർ സക്കാത്ത് ആ റായത്തുള്ള ഫക്കീർ മിസ്കീന് കടക്കാർ ഇങ്ങക്ക് അവകാശപ്പെട്ടതായിട്ട് അതുകൊണ്ട് ആ റായത്ത് ഉൾഗത്തിൽ തന്നെ കൊടുക്കുവാനായി നോക്കണം. ഇനി ആ റായത്ത് അല്ല അവന്റെ ഫാമിലി പെട്ടങ്ങ ആ റായത്തിൽ വന്നർ എന്നാലും കൊടുക്കാം. ഏറ്റവും നല്ലത് അവിടെ അവ കെട്ടി താമസിക്കുന്ന ആൾമാർ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ പർത്തനം വന്നാൻ കണ്ടെങ്കിൽ അവനും കൊടുക്കാം. ഉഡ് അപ്പറ കൊണ്ടുപോയിട്ട് കൊടുക്കുക തീരാ എന്നതായിട്ട് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് ഫിത്ർ സക്കാത്ത് നിസ്കാരത്തിന് മുന്നുള്ള അവകാശികളെ കയ്യിലെത്തണം. അങ്ങനെ കൈക്കത് കിട്ടണം. ആ രീതിയിൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങളുടെ നോമ്പും നിസ്കാരവും ഇബാദത്തുകളും അല്ലാഹു കബൂലാക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.